മേൽക്കോയ്മ അത് കേരളത്തിലേക്ക് അടക്കം എത്തിക്കുക, അതിന്റെ ഒരു പ്രതിഫലനം കേരളത്തിൽ ഉണ്ടാക്കുക, നേമത്ത് അക്കൗണ്ട് തുറക്കുക, വലിയ രീതിയിൽ 2 അക്കമെങ്കിലും കാണാൻ കഴിയുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വം അടക്കം. അതിന് ഒരു ഉറപ്പ് ദേശീയ നേതാക്കൾക്കടക്കം അങ്ങോട്ടിലേക്ക് നൽകാനുള്ള ഒരു ജനങ്ങളുടെ ഒരു പങ്കാളിത്തം, ഈ റോഡ് ഷോ ആയിക്കോട്ടെ മറ്റ് പരിപാടികളായിക്കോട്ടെ, അതിലെല്ലാം ഉയർന്ന രീതിയിലുള്ള പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പ്രതികരണവും ഒപ്പം പങ്കാളിത്തവും ഉറപ്പാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിന്റെ മറ്റൊരു വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരമാണ് വലിയ രീതിയിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലം. BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായും A ക്ലാസ് മണ്ഡലങ്ങൾ ഉള്ളതും അഭിമാന പ്രശ്നം നിലനിൽക്കുന്നതുമായിട്ടുള്ള പല മണ്ഡലങ്ങളും നിലനിൽക്കുന്ന തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുക, തെക്കൻ മേഖലകളിലേക്ക് എത്തുക എന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം മറ്റേ ദേശീയ രാജ്നാഥ് സിംഗ് അടക്കം കഴിഞ്ഞ ദിവസം കട്ടക്കട മണ്ഡലത്തിലടക്കം എത്തിയിരുന്നു. ഈ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്ക് അവിടുന്ന് ലഭ്യമായി തുടങ്ങി. റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ കൂടി ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവശത്തുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് റോഡ് ഷോ വരുന്നത്. പ്രധാനമന്ത്രി കയ്യിൽ ഒരു താമര ചിഹ്നമുള്ള ഒരു മുദ്രയൊക്കെ കരുതിയിട്ടുണ്ട്. അത് ആളുകൾക്ക് നേരെ വീശിക്കാണിക്കുന്നു. പലയിടങ്ങളിൽ ആളുകൾ തെരുവിലേക്ക് പുഷ്പാർച്ചന നടത്തുന്നു, അല്ലെങ്കിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയെ അനുമോദിച്ചുകൊണ്ട്, പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ വൃഷ്ടിയൊക്കെ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ശ്രീലേഖയും ആ വാഹനത്തിൽ ഉണ്ട്. വട്ടിയൂർക്കാവിലെ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ശ്രീലേഖയും അതിനുണ്ട്. ഏതായാലും കനത്ത സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ റോഡ് ഷോ ഘട്ടത്തിൽ. കാരണം ഇത് ഏറ്റവും സങ്കീർണമായ ഒരു സാഹചര്യമാണ്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സുരക്ഷ നൽകേണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ അതീവ സുരക്ഷയിൽ തന്നെയാണ് റോഡ് ഷോ നടക്കുന്നത്. ഇരുവശങ്ങളിലായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലെ BJPയുടെ സ്ഥാനാർത്ഥി R ശ്രീലേഖയും ആണ് പ്രധാനമന്ത്രിക്കൊപ്പം ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അതുകൂടാതെ ഈ മുരളീധരനെയും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തുടങ്ങി BJP നേതാക്കൾ ഒക്കെ വാഹനത്തിന് തൊട്ടു പുറകിലായും ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആൾക്കൂട്ടം അവിടെ ഉണ്ട്. ആളുകൾ പുഷ്പവൃഷ്ടി നടത്തുന്നതിൻ്റെ, പൂക്കളെറിയുന്നതിൻ്റെ ഒക്കെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ആരവം അവിടെയുണ്ട്. ആളുകൾ ഈ റോഡ് ഷോ വർണ്ണാമമാക്കുന്നതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള രൂപങ്ങൾ, പലതരത്തിലുള്ള ആകർഷണീയമായ രൂപങ്ങളൊക്കെയായാണ് അവിടെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ എത്തിയിട്ടുള്ളത്. പല നാടൻ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള രൂപങ്ങൾ ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളുണ്ട്, ചെണ്ടയുണ്ട്, മറ്റ് സംഗീത ഉപകരണങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയാണ് ആൾക്കൂട്ടം ആർപ്പുവിളി നടത്തുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കുറേ കൂടി ഒരു വൈഡ് വിഷ്വൽ ആണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഒരു വാഹന വ്യൂഹത്തിന് മുന്നിൽ തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി വരുന്നു. രാജീവ് ചന്ദ്രശേഖർ ആണ് പ്രധാനമന്ത്രിക്കൊപ്പമുള്ളത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ ആളുകൾക്ക് കൃത്യമായി അവിടെ ബാരിക്കേഡൊക്കെ വെച്ച് ആളുകളെ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ വലിയ തോതിലുള്ള തള്ളോ അല്ലെങ്കിൽ ഇടിച്ചുകയറ്റമോ ഒന്നും തന്നെ ഇല്ല. തികഞ്ഞ ഒരു അച്ചടക്കം പ്രവർത്തകരിൽ ഉണ്ട് എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. പുഷ്പവൃഷ്ടി നടത്തുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാം തന്നെ വളരെ ശാന്തതയോടുകൂടി തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാൻ ആളുകൾ അങ്ങനെ റോഡിൻ്റെ ഇരുവശത്തും അടിച്ചുകൂടി നിൽക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. പല തരം പതാകകൾ അവിടെ ഉയർത്തുന്നു. പ്രത്യേകിച്ച് BJPയുടെ പതാകയാണ് കൂടുതലും. പതാകകൾ ഉയർത്തി പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യാനൊക്കെയുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. എല്ലായിടത്തും പ്രധാനമന്ത്രിക്ക് നേരെ പൂക്കൾ വർഷിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ തിരുവനന്തപുരം സ്വാഗതം ചെയ്യുന്നത്. അതിൻ്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ വികസനം തൻ്റെ പ്രധാന അജണ്ടയാണെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒരു തവണ BJPക്ക് അധികാരം ലഭിച്ചാൽ നാളിതുവരെ ഉണ്ടായ വികസനത്തിനേക്കാൾ വലിയൊരു വികസനം ഈ 5 വർഷം കൊണ്ട് തങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും എന്ന് പ്രധാനമന്ത്രി നേരത്തെ തിരുവല്ലയിൽ വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ വികസനം നടക്കുമ്പോൾ കേരളം പിന്നോട്ട് പോകുന്നു എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. ഗ്രാമീണ റോഡുകളെക്കുറിച്ച്
പ്രധാനമന്ത്രി പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെക്കുറിച്ച് തിരുവല്ലയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. LDFിൻ്റെ കൗണ്ട് ഡൗൺ ആണ് ഇതോടുകൂടി ആരംഭിക്കുന്നത് എന്നൊരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. കേരളത്തിൽ NDA സർക്കാർ വൈകാതെ അധികാരത്തിൽ വരുമെന്ന ഒരു ആത്മവിശ്വാസം അദ്ദേഹം തിരഞ്ഞെടുപ്പ് റാലിയിൽ അല്ലെങ്കിൽ സമ്മേളനത്തിൽ അവിടെ തിരുവല്ലയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നു. അപ്പോൾ LDFിനെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട്, ഇടതുപക്ഷം നയിക്കുന്ന സർക്കാരിനെ ആക്രമിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. ഏതായാലും LDF സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ എന്നാണ് പ്രധാനമന്ത്രി തിരുവല്ലയിൽ പറഞ്ഞത്. പലതവണ കേരളത്തിൽ താൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കാറ്റ് വ്യത്യസ്തമാണ് എന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തവണ തനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാറ്റാണ് കാണാൻ കഴിയുന്നത് എന്ന് പ്രധാനമന്ത്രി അവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തിരുവല്ലയിൽ. അതിനുശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഉത്സവ സമയങ്ങളിലൊക്കെ വയ്ക്കുന്ന തരത്തിലൊക്കെയുള്ള പലതരം രൂപങ്ങൾ, ആൾക്കൂട്ടങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെയുള്ള പലതരം രൂപങ്ങളൊക്കെ ഈ വേളയിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ആ മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.